ആത്മീയ ജീവിതത്തിന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. നമ്മൾ തിരുവചനത്തെ കാണുന്നുണ്ട്. മോശ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. ഏലിയ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. ജെർമിയ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം കാണുകയാണ് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ എലിഫാത്തിനോട് പറയുകയാണ്, എലിഫാത്തെ, നിന്റെ ബലികളും കാഴ്ചകളും ഞാൻ പ്രസാദിക്കുകയില്ല. എലിഫാത്തെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. എന്റെ ദാസനായ ജോബിനെ കൊണ്ട് നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം, എന്നാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കാം. ശ്രദ്ധിച്ചോ മക്കളെ, എല്ലാവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയുള്ള പ്രാർത്ഥന മാത്രമാണ് ദൈവം കേൾക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളതാണ് എന്ന്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നതല്ല മക്കളെ പ്രാർത്ഥന എന്ന് പറയുന്നത്. മറിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. ഈ വചനം കേൾക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരണം. അതിനു വേണ്ട യോഗ്യത കുറവുണ്ടെങ്കിൽ ആ യോഗ്യത വർദ്ധിപ്പിച്ചെടുക്കുക, ആ യോഗ്യത നേടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എന്താണ് പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത? നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിക്കും. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് അത് സാധിച്ചു കിട്ടും. പ്രാർത്ഥനയ്ക്ക് വേണ്ട അദ്വിതീയമായിട്ടുള്ള ഒരു ഗുണമാണ് ശങ്കയില്ലാത്ത വിശ്വാസം എന്നുള്ളത്. എൻ്റെ ഹൃദയത്തിൽ യാതൊരു ശങ്കയുമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചോ ദൈവം പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ദൈവ സന്നിധിയിലേക്ക് ഉയരണമെങ്കിൽ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഈ ലോകത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. എന്തിനെ ഓർത്ത് നാം വിശ്വസിക്കേണ്ടത്? പാസ്റ്റിനെ ഓർത്ത് ഭൂതകാലത്തെ എന്തെങ്കിലും കാര്യം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞ കാര്യം. അതുപോലെ തന്നെ വർത്തമാന കാലത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് സംഭവിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഭാവിയെ ഓർത്താണ് എല്ലാവരുടെയും ആകുലത. ഭാവി സുരക്ഷിതമാക്കുവാനുള്ള നെട്ടോട്ടമാണ് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞോ, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 19-ാം തിരുവചനം, ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാനൊന്ന് ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ച മുഴുവൻ ആരുടേതാകും? എല്ലാരും ഭാവി സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലാ. അതിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ബാലൻസ് ആണ്. ചില വ്യക്തികള് ഭാവി സുരക്ഷിതമാക്കാൻ തലമുറയ്ക്ക് സമ്പാദിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. 10 തലമുറയ്ക്ക് സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിലെങ്ങാനും നമ്മുടെ ഭാവി സുരക്ഷിതാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഒരു ക്രമീകരണങ്ങളിലും നമ്മുടെ ഭാവി സുരക്ഷിതമാകും എന്ന് ആരും വിചാരിക്കേണ്ട. നമ്മുടെ ഭാവി സുരക്ഷിതാകുന്നത് ശങ്കയില്ലാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു വ്യക്തി തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവന്റെ കയ്യിലേക്ക് തങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അബ്രാഹത്തിന്റെ ജീവിതത്തെ കാണാൻ സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു.
100 വയസ്സായ അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം വ്യതിചലിച്ചില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. ശങ്കയില്ലാത്ത വിശ്വാസ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു. എത്രാമത്തെ വയസ്സിലാ? 75-ാമത്തെ വയസ്സിൽ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് സന്തതി പരമ്പരയുണ്ടാവും. 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞുവെങ്കിൽ എത്രാമത്തെ വയസ്സിൽ അബ്രാഹത്തിന് കുഞ്ഞുണ്ടാവണം? 75 വയസ്സിലുണ്ടായോ? 76 വയസ്സിലുണ്ടായോ? 80 വയസ്സായി അബ്രാഹത്തിന് കുഞ്ഞുണ്ടായില്ല. സാറ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞു എന്നാ പറയുന്നത്. എവിടെ മണ്ണാങ്കേട്ട, എവിടെ മണൽത്തരി? ഒരനക്കവും കാണാനില്ലല്ലോ. പക്ഷേ അബ്രാഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതാ വചനം പറയുന്നത്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടുകൂടെ വിശ്വസിച്ചു. എന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തന. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസമാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുള്ളവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്തിനെ കുറിച്ച് ആ കുഞ്ഞിനെ ആകുലപ്പെടുന്നത്? വർത്തമാന കാലത്തെ കുറിച്ച് എന്തെങ്കിലും ആകുലതയുണ്ടോ? കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഭാവിയെ കുറിച്ച് എന്തെങ്കിലും ആകുലപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു ശിശുവിന്റെ മനോഭാവം, അതിന് ഭാവിയെ കുറിച്ച് ഒരാകുലതയില്ല. ഭാവി സുരക്ഷിത. എൻ്റെ അപ്പന്റെ കരങ്ങളിൽ, എൻ്റെ അമ്മയുടെ കരങ്ങളിൽ. ഈ കുഞ്ഞ് പൂർണ്ണമായി ഈ അപ്പന്റെ കരങ്ങളിലേക്ക്, ഈ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. എപ്പോഴാണോ ഈ അപ്പന്റെ കരം വിട്ടുപോകുന്ന, അമ്മയുടെ കരം വിട്ടുപോകുന്ന, അപ്പോഴാണ് കുഞ്ഞിന്റെ മനസ്സില് എന്തെന്നില്ലാത്ത ആകുലതയും വേവലാതിയും ഉള്ളത്. ഇതുപോലെ തന്നെ ഓരോ ദൈവ പൈതലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ കരങ്ങളെ നീട്ടിവെച്ചു കൊടുക്ക. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തി എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ശിശുവിനെ പോലെ ദൈവ പൈതലായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നമ്മുടെ നാളുകളെ അവിടുന്ന് പരിപാലിക്കുന്നവനാ. അതുകൊണ്ട് തന്നെ ആടുജീവിതത്തിലെ ടെൻഷൻ, ഫിയർ, ആൻസൈറ്റി, വറി, ആടുജീവിതത്തിലെ ദൈവവിശ്വാസമില്ലാത്തവന്റെ രോഗങ്ങളാണ് ടെൻഷൻ, വറി, ആൻസൈറ്റി, ഫിയർ. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു വ്യക്തി തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ടെൻഷനാ, എന്ത് ആൻസൈറ്റിയാ, എന്ത് വറിയ ആ വ്യക്തിക്കുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ ലിസ്ത്രായിലെ അത്ഭുതത്തെ കുറിച്ച് പറയുക. അവിടെ നടന്ന രോഗശാന്തി ഇതാണ്. ലിസ്ത്രായിൽ പൗലോസ്ലീഹ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം ജന്മന മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവൻ ഈ പൗലോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിന്റെ വചന സന്ധിയിൽ അവൻ വിശ്വാസത്തോടുകൂടെ പങ്കെടുക്കുക. പൗലോസ്ലീഹ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ പൗലോസ്ലീഹ കാണുന്നുണ്ട് അവന്റെ വിശ്വാസത്തിന്റെ ആഴം. പൗലോസ്ലീഹ അവന്റെ ഹൃദയത്തിലേക്ക് നോക്കി. ആ ഹൃദയം ജ്വലിക്കുന്നുണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിൽ. പൗലോസ്ലീഹ അവനോട് പറയുകയാണ്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കുക. ജന്മന മുടന്തനായ മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കാത്ത മനുഷ്യൻ, ആ സമയത്താണ് പൗലോസ്ലീഹ അവന്റെ വിശ്വാസം കണ്ടിട്ട് പറയുന്നത്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാ അവൻ ചാടി എഴുന്നേൽക്കുക, അവിടെ നിൽക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവന്റെ വിശ്വാസത്തിന്റെ ആഴമാണ്. നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥനയുണ്ട്, ആത്മീയ ജീവിതമുണ്ട്, കുമ്പസാരമുണ്ട്, കൂദാശ ജീവിതമുണ്ട്. പക്ഷെ എത്ര മാത്രം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആഴമുണ്ട് എന്നുള്ളത്.
മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം തിരുവചനം കാണാൻ സാധിക്കും. എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. 33-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയല്ല അതിനോടുകൂടെ കൂട്ടിയോജിക്കപ്പെടും. ആരാണ് എന്ത് ഭക്ഷിക്കും, നാളെ എന്താ ഉള്ളേ, നാളെ എന്ത് സംഭവിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും ആകുലരാകേണ്ട, വിജാതീയരാണ് ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്. എന്നാൽ എന്റെ ദൈവം ഉണ്ടല്ലോ വിജാതിരുടെ ദൈവമല്ല. എന്റെ ദൈവം സർവശക്തനായ ദൈവ. ഈ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുക, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടി യോജിക്കപ്പെടും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവ, വിജാതിയുടെ ദൈവമല്ല. തിരുവചനത്തെ കാണാൻ സാധിക്കും. ഏതെല്ലാം അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചോ, യേശു അത്യധികമായി അവരോട് ചോദിച്ചത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യെസ് ലോർഡ്, യെസ് ലോർഡ്. ഇത് പറഞ്ഞിരിക്കുന്ന മക്കൾക്കൊക്കെ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 48-ാം തിരുവചനം. അവിടെ കാണുകയാണ്, 12 വർഷമായി രക്തസ്രാവമായി നടന്നവള. ഒരു ഡോക്ടർക്ക് പോലും അവൾക്ക് സൗഖ്യം കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ യേശു ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. ജനം മുഴുവൻ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുക. അവന്റെ വസ്ത്രത്തേലൊന്ന് തൊടാൻ, അവന്റെ മുടിയേലൊന്ന് തൊടാൻ, അവന്റെ എവിടൊക്കെ തൊടാൻ കിട്ടുന്നോ അവിടെയെല്ലാം തൊടാൻ. യേശുവിന്റെ ചുറ്റും അവന്റെ അപ്പോസ്തലന്മാര് 12 പേരും ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാ യേശു ഈ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നത്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി ഇതാ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് പത്രോസ് പറഞ്ഞു, കർത്താവേ പതുക്കെ പറ, മണ്ടത്തരം. ആരോ എന്നെ സ്പർശിച്ചു എന്നല്ല ചോദിക്കണ്ടേ, ഇത്രയും നേരമായിട്ടും ആർക്കാ എന്നെ തൊടാൻ സാധിക്കാത്തെ? എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ രക്തസ്രാവക്കാരി സ്ത്രീയിൽ സംഭവിച്ച അത്ഭുതം അവൾക്ക് മറച്ചു വെക്കാനായില്ല. അവള് പറഞ്ഞു, കർത്താവേ ഞാനാ നിന്നെ തൊട്ടത്. ആയിരക്കണക്കിന് മക്കൾ യേശുവിനെ തൊട്ടാലും രക്തസ്രാവക്കാരി തൊട്ടപ്പോഴേ കർത്താവ് പറഞ്ഞ്, എന്നിൽ നിന്ന് ശക്തി ഇതാ ഒഴുകിയിരിക്കുന്നു എന്നുള്ളത് നമ്മളും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവം തൊടുന്ന പ്രാർത്ഥനയാണ്. ഒരുപാട് നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രാർത്ഥന, എന്റെ വിശ്വാസം ഈ ദൈവത്തെ തൊടുന്ന വിശ്വാസമാണോ? രക്തസ്രാവക്കാരി സ്ത്രീക്ക് ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആഴമായ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ. ഈ കുഞ്ഞിനെ ഏത് സമയവും തീയിലേക്കും വെള്ളത്തിലേക്കും ഈ പിശാച് അവനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കുഞ്ഞിന്റെ പിതാവ് വരുന്നേ. ആ സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല. യേശുവിന്റെ അടുക്കിലേക്ക് ഈ പിതാവ് വന്നിരിക്കുക. ഈ പിതാവ് ചോദിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല. പലപ്പോഴും തീയിലേക്ക് വെള്ളത്തിലേക്ക് എല്ലാം എന്റെ കുഞ്ഞിനെ വലിച്ചെറിയാം. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ മേൽ അലിവ് തോന്നി എന്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ. ഈ സമയത്ത് പിതാവിനോട് യേശു പറയാണ്, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കുഞ്ഞിന്റെ പിതാവിനോട് ഈ സമയം ആഴമായ വിശ്വാസം കണ്ട് പറയുക, ആ കുഞ്ഞിന് സൗഖ്യം കിട്ടുന്ന രീതിയിൽ പറയുക, കർത്താവേ എന്റെ വിശ്വാസം ജ്വലിപ്പിക്കണമേ എന്ന്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മക്കളും കേൾക്കണം, എന്റെ വിശ്വാസം
എൻ്റെ വിശ്വാസം ജ്വലിപ്പിക്കണമേ, ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ, തീർച്ചയായും യേശു അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ലാസറിന്റെ കുഴിമാടത്തെങ്കിലേക്ക് യേശു കടന്നു ചെന്നു. മരിച്ചു 4 ദിവസം കഴിഞ്ഞിരിക്കുക. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും ലാസറിന് ഉയർപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. ആ സമയത്താണ് ലാസറിന്റെ സഹോദരി വന്ന് പറയുന്നത്, കർത്താവേ, ഞങ്ങൾക്കറിയാം നിനക്ക് വലിയ വിഷമമുണ്ട്, ഞങ്ങൾക്കറിയാം നിനക്ക് ഒരുപാട് വേദനയുണ്ട്, എന്നിരുന്നാലും ഞങ്ങളുടെ സഹോദരന്റെ കാര്യമല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആശ്വസിച്ചോളാം. ഈ സമയത്ത് യേശു അവളോട് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇന്നും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബം വന്നു. ഇദ്ദേഹം നാളുകളായി പട്ടാളത്തിലൊക്കെ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹം VRS ഒക്കെ എടുത്ത് തൻ്റെ ഉള്ള സ്ഥലത്ത് മുഴുവൻ തെങ്ങ് വെച്ചു. തെങ്ങ് 5-6 വർഷമായി അദ്ദേഹം വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു, അതിന്റെ കടയൊക്കെ കിളയ്ക്കുന്നു. ഒരു രീതിയിലും ഈ ഒരു തേങ്ങ പോലും തെങ്ങയിലില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലുണ്ടല്ലോ ഈ മനുഷ്യൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുക. ഞങ്ങൾ എന്താ ചെയ്യുക? ഈ തെങ്ങ് അങ്ങോട്ട് വെട്ടിക്കളയട്ടെ, വേറെ വല്ല കൃഷി ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ തെങ്ങിഞ്ഞ് വെട്ടിക്കളഞ്ഞാലും പ്രശ്നമില്ല. ഭാര്യ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം അധ്വാനത്തിന്റെ മേഖലയാണല്ലോ, നമ്മൾ അങ്ങനെ നശിപ്പിക്കാൻ വരട്ടെ, നമുക്ക് ജെറുസലേമിൽ വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഈ കുടുംബത്തോട് ഈ വലിയ വേദനയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, തമ്പുരാൻ കർത്താവ് നിങ്ങളുടെ തെങ്ങയിൽ നിറയെ തേങ്ങ തന്നതായി കണ്ടുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവര് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ശേഷം നാളുകൾ കഴിഞ്ഞു. ഒരു 5-8 മാസം കഴിഞ്ഞു. എൻ്റെ അടുക്കല് ഈ ചേട്ടൻ വന്നിരിക്കുക. കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ട്. ഈ സഞ്ചിയിൽ അദ്ദേഹം ഒരു സമ്മാനമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ എന്ത് സമ്മാനാണെന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു തേങ്ങയും കൊണ്ടാണ് വന്നേക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇതും പിടിച്ചോണ്ട് എന്താ ഇങ്ങോട്ട് വന്നേക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയുക, അച്ഛനെ ഓർക്കുന്നുണ്ടോ, നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി, വിശ്വാസത്തോടുകൂടി തെങ്ങിൽ നിറയെ തേങ്ങ അടക്കുന്നതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, സംഭവിച്ചു അച്ഛാ. 2 മാസം കഴിയുമ്പോൾ ചൊട്ട വന്നു അച്ഛാ, ചൊട്ട. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ തെങ്ങും തോട്ടത്തിലുണ്ടായ ആദ്യത്തെ തേങ്ങയും പിടിച്ചോണ്ട അദ്ദേഹം വന്നിരിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യൻ വിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന കണ്ടില്ലേ? നമ്മൾ തിരിച്ചറിയണം, അവിശ്വാസിയായ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ കിട്ടുകയാവോ ശരിയാവോ സംശയിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല എന്ന്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാ അവിശ്വാസിയായ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവൻ കാറ്റിൽ ഇളകി മറയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല എന്ന് നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ആഴമായ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. ഇത്രയും കാലം നാം പ്രാർത്ഥിച്ചത് എങ്ങനെയാ? നാം പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ പരീക്ഷ കാണണമേ, ഈശോയെ എൻ്റെ കുടുംബത്തിന്റെ കടബാധ്യത കാണണമേ. ഇങ്ങനെയല്ല നാം പ്രാർത്ഥിച്ചിരുന്നേ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കൃപാവർഷത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് തരണേ 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 എന്നല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് തമ്പുരാൻ കർത്താവ് തന്നതായി കണ്ടുകൊണ്ട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളാണ് എന്ന് വിചാരിക്കെ, ആ ദമ്പതികളെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് തമ്പുരാൻ കർത്താവ് ഒരു കുഞ്ഞിനെ തന്നതായി കണ്ടുകൊണ്ട് വിശ്വാസപൂർവ്വം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാനാ പറയുന്നത്. കടബാധ്യതയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കണം.
എൻ്റെ കടബാധ്യത മാറ്റി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടല്ല, സർവസമ്പത്തിന്റെ ഉടമയ എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള സമ്പത്തുണ്ട്. ഈ തമ്പുരാൻ തന്നതായി കണ്ടുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. രോഗികളായ വ്യക്തിയെ പ്രാർത്ഥിക്കണം, എൻ്റെ രോഗം മാറ്റി തരണമേ, എൻ്റെ രോഗം മാറ്റി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് യേശു എൻ്റെ രോഗം സൗഖ്യപ്പെടുത്തിയതായി കണ്ടുകൊണ്ടാണ് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കേണ്ടത്. കാരണം പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ് ഈ ആഴമായ വിശ്വാസം, ശങ്കയില്ലാത്ത വിശ്വാസം എന്നുള്ളത്. നമ്മുടെ കുടുംബ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എല്ലാം അപകടത്തിലാണ്. ഒരു വ്യക്തിയെ അദ്ദേഹം യാത്ര ചെയ്യുന്നു, ആ വ്യക്തി ആ ഡ്രൈവറുടെ കയ്യിൽ തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നതുകൊണ്ടല്ലേ ആ വ്യക്തിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇടിക്കാവോ, എൻ്റെ വണ്ടി അപകടത്തിൽപ്പെടുകയാവോ, ഇങ്ങനെ യാത്ര ചെയ്യുന്ന വ്യക്തികളാണോ ആ ഡ്രൈവറിന്റെ കയ്യിൽ പൂർണ്ണമായി നമ്മെ തന്നെ ഏൽപ്പിക്കുക? ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങളിൽ, എൻ്റെ ഇന്നലെകളെ, എൻ്റെ നാളെകളെ എല്ലാം ദൈവം ക്രമീകരിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ ഈ മക്കളെ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ആഴമായ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശങ്കയില്ലാത്ത വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിന് വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ജോബിനെ പോലെ ജോബിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ആ പ്രാർത്ഥനയുടെ ആഴം ഞങ്ങൾക്ക് തരണമേ. ഇതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, ദൈവം അത് കേട്ടു. എന്നാൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാവേണ്ട മനുഷ്യരാ, ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനമായി തീരേണ്ട മനുഷ്യരാ, സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹമായി തീരേണ്ട വ്യക്തികളാ. അതുപോലെ തന്നെ വിശ്വസിച്ച് വിശ്വസിച്ച് വിശ്വാസത്തിന്റെ ആഴത്തിൽ വളരേണ്ട വ്യക്തികളാ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം അവിടെ നിന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതം ആഴമായ വിശ്വാസത്തിലേക്കും ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.